Hello, this is designer Abhisha and welcome to my channel. ഇന്നും ഞാൻ പുതിയൊരു ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈൻ ബക്രീദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കേസിൽ മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ ചാനലിൽ വരുന്ന കണ്ടന്റ് ഡിസൈൻ ഇൻട്രൊഡക്ഷൻ, സ്റ്റൈലിംഗിന്റെ ടിപ്സ്, ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള കുറച്ച് ഗൈഡൻസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്റെ ചാനലിൽ വരുന്നത്. സോ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ അമർത്തണം. എന്റെ ചാനലിൽ കാട്ടുന്ന ഡിസൈൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, റേറ്റ് അറിയണമെന്നുണ്ടെങ്കിലോ, ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇനി ആ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ബക്രീദ് സ്പെഷ്യൽ ഡിസൈനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്റെ ഷോപ്പിന്റെ വാളിന്റെ കളറും ഡ്രസ്സിന്റെ കളറും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കളർ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഓരോ ആംഗിളിൽ വരുമ്പം ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഡിസൈൻ എങ്ങനെയാന്ന് നോക്കാം. ഇത് ഒരു ഫുൾ സൽവാർ സെറ്റ് ആണ്. അതായത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ടോപ്പും കിട്ടും, മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട കിട്ടും, ആൻഡ് ഓൾസോ ഒരു ബോട്ടവും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിലിനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പാറ്റേൺ, മെറ്റീരിയൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ ഇത് പാറ്റേൺ നോക്കുവാണെങ്കിൽ സിമ്പിൾ സ്ട്രെയിറ്റ് കട്ടുള്ള നോർമൽ കുർത്തിയാണ് വിത്ത് സൈഡ് ഓപ്പൺ ആണ്. എലൈൻ കുർത്തിയല്ല, സൈഡ് ഓപ്പൺ കുർത്തിയാണ് ഈ ചെയ്തിട്ടുള്ളത്. കുർത്തിയുടെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നോർമൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഒരു ഷിഫോൺ ടൈപ്പ് ആണ്. ഈ ജോർജറ്റിന് ഷിഫോണിന് ജോർജറ്റ് എന്നൊക്കെ ആളുകൾ മാറ്റി മാറ്റി പറയാറുണ്ട്. എനിവേ നിങ്ങൾ എങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊരു ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്, നോർമൽ ജോർജറ്റ്. ലൈനിങ് കൊടുത്തിട്ടുള്ളത് സാൻഡൂൺ ആണ്, സാൻഡൂൺ ഫാബ്രിക്കിലാണ് ടോപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട ഓൾസോ ജോർജറ്റ് തന്നെയാണ്, പക്ഷെ ദുപ്പട്ട കോൺട്രാസ്റ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്. ഇതിൽ വേറെ എന്തോ ഒരു ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നേവി ബ്ലൂ ആണ് കേട്ടോ. ഒരു ഡാർക്ക് നേവി ആണ് ദുപ്പട്ടയുടെ കളർ. ആൻഡ് ബോട്ടം ഓൾസോ നേവി ബ്ലൂ ആണ്. ബോട്ടം വന്നിട്ടുള്ളത് പലാസോ ആണ്. പലാസോ ആണെങ്കിൽ തന്നെ ഇത് ജോർജറ്റ് പലാസോ അല്ല, ഇത് കുറച്ചുകൂടി റയോണിൽ വരുന്ന പലാസോ ആണ്. ഇതിന്റെ ബോട്ടം ആയിട്ട് വന്നിട്ടുള്ളത്. ജോർജറ്റ് നമ്മൾ നോർമൽ പലാസോ ചെയ്യുമ്പോൾ അത്ര അത് എഫക്റ്റീവ് ആവില്ല. അല്ലെങ്കിൽ പിന്നെ ഷറാറ ടൈപ്പിലൊക്കെ പലാസോ ചെയ്യുവാണെങ്കിൽ പാറ്റേണിന് ഭംഗി ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ നോർമൽ റയോൺ ആണ് ബോട്ടം. നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഷറാറ ടൈപ്പിലുള്ള പലാസോ വേണം, അല്ലെങ്കിൽ ലെഗിൻസ് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ കസ്റ്റമൈസ്ഡ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ കളർ കോമ്പിനേഷനും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസൈൻസ് എങ്ങനെയൊക്കെയാ വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കാം. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ലീവ്സ് ആണ്. സ്ലീവിലാണ് മെയിൻ ആയിട്ട് നമ്മൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത്. മൊത്തം സ്ലീവ് ഫില്ല് ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി യൂസ് ചെയ്തിട്ട്. എന്ന് വെച്ചാല് ഇതില് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇപ്പൊ ഒരു എന്താ ക്രിസ് ക്രോസ് പാറ്റേണിലാണ്. ഇതൊരു കള്ളി കള്ളിയായിട്ട് നിങ്ങൾക്ക് കാണാം, ബോക്സ് ബോക്സ് ആയിട്ട് ഉള്ള ഒരു പാറ്റേൺ ആണ്. ഇത് കട്ട് ബീഡ്സ് ആണ് ഈ പോകുന്നത്, ലൈനായിട്ട് പോകുന്നത്. പിന്നെ ഇതിന്റെ ഒരു ജംഗ്ഷൻ ഏരിയയിൽ ഒരു ഈ ഒരു സ്ഥലം വരുമ്പോൾ നമ്മൾ അവിടെ ആന്റിക് കളറുള്ള ഗോൾഡൻ ബീഡ്സ്, ആന്റിക് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുണ്ട്. 4 ബീഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് മൊത്തം സ്ലീവില് വർക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ തന്നെ അവര് തട്ടമിട്ട് ഫ്രണ്ട് ഏരിയ കവർ ചെയ്യുമ്പോൾ അവരുടെ സ്ലീവ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ സ്ലീവിന് വർക്ക് വരുമ്പം അത് അവർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്കിലും ചെസ്റ്റ് ഏരിയയിലൊക്കെ വർക്ക് കൊടുത്തിട്ട് അത് പുറത്തേക്ക് കാണില്ല. സോ ഇതായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുന്നത്. ആൻഡ് ഓൾസോ ഇനിയിപ്പോൾ അല്ലാത്ത ആള് തട്ടം യൂസ് ചെയ്യാത്ത നോർമലായിട്ട് വെയർ ചെയ്യുന്ന ആൾ, മുസ്ലിംസ് അല്ലാത്ത ആളുകളാണെങ്കിൽ തന്നെ ഇതൊരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ്. സ്ലീവ് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നെക്കിൽ നോക്കുവാണെങ്കിൽ
നെക്കിൽ വേറൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നെക്കിലുള്ളത്. പക്ഷെ അത് തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റഡ് ഏരിയ ആണ് നെക്കും. ബിക്കോസ് സ്ലീവ് ഫുള്ളായിട്ട് വർക്ക് വരുന്നതുകൊണ്ട് നെക്ക് സിമ്പിൾ ആണെങ്കിൽ തന്നെ ഒരു പാർട്ടി വെയർ ലുക്ക് ഇതിന് തരാൻ പറ്റും. സ്ലീവിൽ ഒരുപാട് വർക്ക് വരുമ്പോൾ നെക്കിലും കൂടെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെവി ആയി പോകും വല്ലാണ്ട്. ഒന്നാമത് നമ്മൾ സൽവാർ സെറ്റ് ആണ് ഇത്, ഗൗണും കാര്യങ്ങളും ഒന്നുമല്ല. സോ ഒരുപാട് വർക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു എന്താ പറയാ ഒരു ഈവൻ ലുക്ക് നമുക്ക് തരില്ല. സോ നെക്കിൽ വർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സെന്ററിൽ ഓരോ ബീഡ്സ് കൊടുത്തിട്ട് അതിന്റെ ചുറ്റും റൗണ്ടിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു ലൈൻ കട്ട് ബീഡ്സിന്റെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആന്റി കളർ കട്ട് ബീഡ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് റൗണ്ട് ആയിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റും ആന്റിക് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നെക്കിൽ വരുന്ന വർക്ക്. നെക്കിലും സ്ലീവ്സിലും ആണ് വർക്ക് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഷോള് നോക്കുവാണെങ്കിൽ ഷോളിന് നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡർ ഈ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഷോളിന് ബോർഡർ ചെയ്തിട്ടുള്ളത്. ആ ബോർഡറിന്റെ മുകളിലും നമ്മൾ വർക്ക് ഇത് സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ്. സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ 4 സൈഡിലും ആ ബോർഡറും വരും. അതിന്റെ മുകളിൽ ഇതുപോലെ തന്നെ സ്റ്റോൺസും വരും. സോ അതിന് കോൺട്രാസ്റ്റ് ആയി തന്നെ ഉള്ള ഒരു സ്റ്റോൺസ് ആണ് കൊടുത്തത്. സോ മൊത്തത്തിൽ നമുക്കിതൊരു സെമി പാർട്ടി വെയറോ പാർട്ടി വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയാ നമുക്കിപ്പോ ബക്രീദിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സെറ്റാണിത്. ഫുൾ സെറ്റാണ്. ഇതിനിപ്പോ പാന്റും ബോട്ടോ അല്ലെങ്കിൽ ദുപ്പട്ടയോ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. മൊത്തത്തിൽ വരുന്ന ഒരു ഫുൾ സ്റ്റിച്ച്ഡ് സെറ്റാണ്. ഇതെല്ലാ സൈസിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വേറെ കളർ കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഇനിയൊരു ഡിസൈനും കൊണ്ട് ഞാൻ അടുത്ത തവണ വരുന്നവരേക്കും ബൈ. എല്ലാവർക്കും താങ്ക് യു.